ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നെല്ലിക്കച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പൊടികൾ, പിന്നെ നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോയാലോ. നമുക്ക് അടുപ്പത്ത് പാനൊക്കെ വെച്ചു, പിന്നെ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച് നമ്മൾ കുറേ കടുക് ഇടുന്നുണ്ട്. കാരണം 1 കിലോത്തിൻ്റെ സംഭവമാണ് കേട്ടോ. നമ്മൾ 1 കിലോത്തിൻ്റെ നെല്ലിക്കയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ചേർത്തു, ഇഞ്ചി ചേർത്തു, പച്ചമുളക് ചേർത്തു, നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി ഇടയ്ക്ക് നമ്മൾ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം അത്യാവശ്യം കളർക്ക് വ്യത്യാസം വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊടികൾ, നോർമൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കേട്ടോ, നമ്മൾ ഇത്രയും പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ വിനാഗിരി ആഡ് ചെയ്യും കേട്ടോ. എൻ്റെ പൊന്നോ എന്തൊരു മണമെന്നറിയോ, വീട് ഫുള്ളും മണം കേട്ടോ. നമ്മൾ വിനാഗിരിയൊക്കെ ആഡ് ചെയ്ത് പാകത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ നെല്ലിക്ക ഉള്ളതുകൊണ്ട് കേട്ടോ. 1 കിലോ നെല്ലിക്ക നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കായും ഉലുവയൊക്കെ നമ്മൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കുഴമ്പ് പോലെ ആക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് നെല്ലിക്ക, നമ്മൾ എടുത്തിരിക്കുന്ന നെല്ലിക്ക മൊത്തം 1 കിലോത്തിൻ്റെ നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ ആ നെല്ലിക്ക എല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫുൾ മിക്സിങ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താൽ ഫൈനലിലേക്ക് എത്തുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുഴമ്പായിട്ടും എടുക്കാം, പിന്നെ നമുക്ക് ഇതുപോലെ എടുക്കാം. ഞങ്ങൾ ഇങ്ങനെയായിട്ട് എടുക്കുന്നത്. ഓക്കെ, ബൈ.